നമസ്കാരം. നമ്മൾ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും ഒരു സ്വപ്നമാണ് അല്ലേ? പല സ്ത്രീകളും ഇങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കും വരാറുണ്ട്. അതിലൂടെ അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ച് പിന്നെ അവരത് നടത്താതിരിക്കുന്നുണ്ട്, മുന്നോട്ട് പോവാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് പറ്റുന്ന പല മിസ്റ്റേക്കുകളും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. എൻ്റെ പേര് റൈഹാൻ സക്കരിയ. ഞാനൊരു ഫാഷൻ ബിസിനസ് കോച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പലരും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കണതിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കണതിൽ മാത്രമായിരിക്കും. അന്ന് അതെങ്ങനെ വിറ്റ് പോകുമോ അല്ലെങ്കിൽ വിറ്റഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണോ എന്നതിനെപ്പറ്റി ചിന്തിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയാലും അത് ആ ഉൽപ്പന്നം ഈ ഒരു മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടോ, അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടോ, നമ്മളുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ടോ എന്നത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ആ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം. അല്ലാതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാവരുത് അത് വിൽക്കുന്നത് എങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ നമുക്കൊരു ഗ്യാപ്പ് വരാനും നമ്മളുടെ പൈസ അവിടെ ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ട്. ഇവിടെ ശരിക്കും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം തീരുമാനിച്ച ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവയിലൂടെ നമ്മൾ റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ എവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് എന്ന രീതിയിൽ റീൽസോ അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജസോ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അതായത് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ പ്രീ ഓർഡേഴ്സ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതായത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഫസ്റ്റിലെ നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് അതിൻ്റെ പകുതിയിലധികം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അത് നമുക്ക് വീണ്ടും ആ പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണ്, എൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതായത് എൻ്റെ ബ്രാൻഡിന് ഒരു ലോഗോ വേണം, നല്ലൊരു പാക്കറ്റ് വേണം, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ നല്ല അടിപൊളി കളേഴ്സും കാര്യങ്ങളും, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിലോട് പ്രൊഡക്റ്റ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനിരിക്കുന്നവരുണ്ട്. നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ബ്രാൻഡ് തുടങ്ങുമ്പോഴും അതിനൊരു പെർഫെക്ഷൻ ഉണ്ടായത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ഒരു ബ്രാൻഡും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കങ്ങനെ ഒന്നിനും പെർഫെക്റ്റ് ആയിട്ടെന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അതായത് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ചെറിയൊരു മോഡൽ, അതായത് ഇപ്പോൾ ഒരു നെയ്റ്റിയുടെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്റ്റി ഉണ്ടാക്കി എടുക്കുക. അത് കുറച്ച് നമ്മൾ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ആ ഒരു ലോഗോയൊക്കെ വെച്ചിട്ട് ചെറിയ നമുക്കറിയാവുന്ന രീതിയിൽ ക്യാൻവയിലോ അത് ഫ്രീ ആയിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ലോഗോയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു കളറും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് ഫോട്ടോസ് ഷെയർ ചെയ്യുക. അതിനകത്ത് ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സിനെ അറിയിക്കുക. അങ്ങനെ ആ രീതിയിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ നമ്മൾ നിർബന്ധമായിട്ടും കളക്ട് ചെയ്യുക. അവരോട് വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ നമ്മൾ ചോദിച്ച് അവരെന്താണോ പറയുന്ന ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ പയ്യാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പലരും ഒരു പ്രൊഡക്റ്റിന് വില നിശ്ചയിക്കുമ്പോൾ അത് കറക്റ്റ് രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും റാൻഡം ആയിട്ടുള്ള രീതിയിൽ കോസ്റ്റ് പ്രൈസ്, അതായത് നമുക്ക് വന്ന ചിലവ് പ്ലസ് നമ്മുടെ ലാഭം, ആ രീതിയിലാണ് ചിലവ് എന്നിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നമ്മുടെ പ്രൊഡക്റ്റിന് വില കുറഞ്ഞു പോയ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് ലോ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് അതിന് വില കുറഞ്ഞ ഒരു വസ്തു എന്നുള്ള രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമർ ആരാണ്, ഉപഭോക്താവ് ആരാണെന്ന് മനസ്സിലാക്കുക. അവർ ഏത് വില കൊടുത്തിട്ടാണ് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആ സെയിം പ്രൊഡക്റ്റ് ഏത് വിലയ്ക്കാണ് വിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഒരിക്കലും വില കുറച്ച്, അതായത് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വില കുറച്ച് നമുക്ക് കൊടുക്കാതിരിക്കുക. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ പ്രൊഡക്റ്റിന് വില നിശ്ചയിക്കുക. ചെറിയൊരു എമൗണ്ട്, ഒരു 5% അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാത്രം ഓഫർ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതായത് വാല്യൂ ബേസ്ഡ് പ്രൊഡക്റ്റ്, അതായത് ഉൽപ്പന്നത്തിൻ്റെ നമ്മുടെ നിലവിലിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ വാല്യൂ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് മാത്രം വില നിശ്ചയിക്കുക. ചിലപ്പോൾ നമുക്ക് ഏകദേശം 50 രൂപയായിരിക്കും പ്രൊഡക്റ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ 100 രൂപയായിരിക്കും പ്രൊഡക്റ്റ് കോസ്റ്റ് വരിക. നമ്മുടെ ലാഭം ഒരു 50 രൂപ ഇട്ട് 150 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ ഈ മാർക്കറ്റിൽ 500 രൂപയ്ക്ക് വരെ വിറ്റ് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് ആളുകൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാത്രം വില നിശ്ചയിക്കുക. ചിലപ്പോൾ നമുക്ക് ഏകദേശം 50 രൂപയായിരിക്കും പ്രൊഡക്റ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ 100 രൂപ
ആയിരിക്കും പ്രൊഡക്റ്റ് കോസ്റ്റ് വരിക. നമ്മുടെ ലാഭം ഒരു 50 രൂപ ഇട്ട് 150 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ ഈ മാർക്കറ്റിൽ 500 രൂപയ്ക്ക് വരെ വിറ്റ് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് ആളുകൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് കറക്റ്റായിട്ട് റിസർച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ 500 രൂപയുടെ പ്രൊഡക്റ്റ് 1000 രൂപയ്ക്ക് വിറ്റാലും നമുക്ക് പ്രശ്നമില്ല. അതായത് ഹൈ പ്രൈസിലേക്കോ ലോ പ്രൈസിലേക്കോ പ്രൊഡക്റ്റ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതിന് നല്ല രീതിയിൽ മാർക്കറ്റ് റിസർച്ച് ചെയ്യുക. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഏത് വിലയ്ക്കാണ് വിൽക്കുന്നത് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കസ്റ്റമർ ആ ഒരു വിലക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ റെഡിയാണോ എന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ ചെയ്യുന്ന പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഈവൻ ഞാൻ പോലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രാൻഡിൻ്റെ അംബാസിഡർ നമ്മൾ തന്നെ ആവണം എന്നുള്ളതാണ്. അതായത് ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ എന്താ, ഞാൻ എന്തിനാ ഒരു പേഴ്സണൽ ബ്രാൻഡ്, ആ ബ്രാൻഡ് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്താൽ പോലെ ഇതാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി ഇത് എൻ്റെ ഒരു ബിസിനസ്സാണ്, ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ സ്റ്റോറി ഇതാണ് എന്ന രീതിയിലൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ബ്രാൻഡ് വളരാൻ സാധ്യതയുണ്ട്. അതായത് കസ്റ്റമേഴ്സിന് ആവശ്യം ഈ ബ്രാൻഡിൻ്റെ ഇടയിൽ എന്തൊക്കെ നടക്കുന്നു, ബ്രാൻഡ് ഇങ്ങനെ തുടങ്ങിയത്, ബ്രാൻഡിൻ്റെ ബിഹൈൻഡ് ദ സീൻ, അതായത് ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നമ്മൾ ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ, അതായത് നമ്മളൊരു ലൈവായിട്ട് വെച്ചിട്ട് ഈ പ്രൊഡക്റ്റിന് ഇത്ര വില കേട്ടോ, ഈ പ്രൊഡക്റ്റ് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാണ് കസ്റ്റമർ കുറച്ചുകൂടി ട്രസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ, തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ഈ ഫോളോവേഴ്സൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മൾ മുന്നിട്ടിറങ്ങി ദിവസവും ഇത് ചെയ്യുമ്പോൾ നമ്മളെ കണ്ട് കസ്റ്റമറിന് നമ്മുടെ ഫേസ് വാല്യൂ, നമ്മളെ എന്നുള്ള വ്യക്തിയോട് ഭയങ്കര ഒരു ട്രസ്റ്റും കാര്യങ്ങളും വരികയും അവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യത വളരെയധികം കൂടും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് എന്ന് പറയുന്നത് മറ്റുള്ള നടന്മാരോ ആക്ടേഴ്സോ ഒന്നുമല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ. അത് മനസ്സിലാക്കുക. മറ്റൊരു മിസ്റ്റേക്കാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോ കൺസിസ്റ്റൻസി ഇല്ലാത്ത, അതായത് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും പലരും. പക്ഷെ അത് കറക്റ്റായിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയോ വീഡിയോസ് ചെയ്യുകയോ പ്രൊഡക്റ്റിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും, പ്രൊഡക്റ്റ് ഏതൊക്കെ എന്തെന്നൊന്നും പറയുകയൊന്നും ചെയ്യില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതി അതും നമ്മൾ ഇപ്പം ഇന്നൊരു പൈസ മുടക്കി മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ റിസൾട്ട് ഉണ്ടായെന്ന് വരില്ല. അപ്പം നമ്മൾ ഓർക്കുക ഇനിയിപ്പോൾ പൈസ കൊടുത്ത് ചെയ്യണം എന്തിനാണെന്ന രീതിയിൽ നമ്മൾ ഈ ഒരാഴ്ച സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ്. ശരിക്കും ഇവിടെ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും പോസ്റ്റ് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ദിവസവും പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെറിയൊരു പിക്ചർ ആണെങ്കിലും ദിവസവും പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫീഡ്ബാക്ക്സ് കളക്ട് ചെയ്യുക, ഗീവ് അവേസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇൻഫ്ലുവൻസായിട്ട് കൊളാബറേഷൻ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിംഗ്. ചിലപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫേസ്ബുക്കിനകത്തൊക്കെ പരസ്യം കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് റണ്ണായി 7 ദിവസം കഴിഞ്ഞാൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. 7 ദിവസത്തിനുള്ളിൽ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കണ്ടവർ തന്നെ വീണ്ടും കണ്ടു വരുമ്പോഴാണ് മിക്കപ്പോഴും സെയിൽസിലേക്ക് വരിക. അതായത് ചിലപ്പോൾ തുടക്കത്തിൽ അവർ കാണുമ്പോൾ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരും. ഇപ്പോൾ രണ്ടാമത് കാണുമ്പോൾ ഓക്കെ ഇത് കുഴപ്പമില്ല, മൂന്നാമത് കാണുമ്പോൾ അവർക്ക് ട്രസ്റ്റ് ആവും, ചിലപ്പോൾ നാലാമത് അവർ കാണുമ്പോഴായിരിക്കും പർച്ചേസ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു ആഡ് 7 ദിവസമെങ്കിലും റൺ ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ആഡ് സക്സസ് ആയെന്നാണ്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പരസ്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ റീൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇതിൽ ഏത് മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട സ്റ്റെപ്സ് ഏതാണെന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനുമായി കണക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താങ്ക്